ഹലോ എവ്രിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിലെ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെയും കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടു. അതിനെല്ലാവരും നല്ല റെസ്പോൺസ് ആണ് തന്നത്. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് +1 പഠിക്കുന്ന പിള്ളേർക്കും അതേപോലെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. സോ എൻട്രൻസ് പഠിക്കുന്ന JEE നീറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അങ്ങനെ ഓൾറെഡി ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്തു. അതിന്റെ തിയറിയും പഠിച്ചു. നമ്മൾ അതുപോലെ തന്നെ കെമിസ്ട്രിയും പഠിച്ചു. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതിലെ കുറെ ക്വസ്റ്റ്യൻസും ചെയ്തു. ഞാൻ അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എക്സാംസ് നടത്തുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ പ്ലീസ് ജോയിൻ ടു ദിസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മാത്സിലെ സബ്ജക്റ്റ് ആണ്. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ ഫിസിക്സ് ഒരെണ്ണം പഠിച്ചു, കെമിസ്ട്രി ഒരെണ്ണം പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ വേണ്ടി പോകാനുള്ളത് മാത്സ് ആണ് അല്ലെ. മാത്സിലെ ഏതാ കോംപ്ലക്സ് നമ്പർ. പേര് കേൾക്കുമ്പോൾ കോംപ്ലക്സ് ഒക്കെ ആണെന്നൊക്കെ തോന്നും, പക്ഷെ കോംപ്ലക്സ് ആണോ? അല്ല. സംഭവം എന്താണ്? സിമ്പിൾ ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പേരുണ്ടെങ്കിലും സംഭവം എന്താണ്? സിമ്പിൾ ആണ്. ആക്ച്വലി ഇതിൽ കുറെ എക്സസൈസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന പോർഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഫോക്കസ് ഏരിയ വന്നപ്പോഴേക്കും നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരൊറ്റ കാര്യമേ പഠിക്കാനുള്ളൂ. ആ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട് ഉള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തിയറി പറയും, അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ഈ ചാനലിലൂടെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം. അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേരാണ് കോംപ്ലക്സ് നമ്പർ. ആദ്യം തന്നെ ഞാൻ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാലോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഒരു റൂട്ട് എടുക്കുന്നു. റൂട്ട് 36. നമുക്ക് എല്ലാവർക്കും അറിയാം റൂട്ട് 36 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? 6 ±6. അത് പോട്ടെ, ജസ്റ്റ് ഐ ആം ടേക്കിംഗ് പോസിറ്റീവ് വാല്യൂ. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6. അതേപോലെ റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇനി ഇൻ കേസ് റൂട്ടിനകത്ത് മൈനസ് കയറി വന്നാലോ, -36 എന്ന് പറഞ്ഞു കയറി വന്നാലോ, നമ്മൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇമാജിനറി റൂട്ട്സ് എന്ന് പറഞ്ഞ അവിടെ ക്ലോസ് ചെയ്യും, പിന്നെ ചെയ്യത്തില്ല അല്ലെ. ഇമാജിനറി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ. പക്ഷേ +1 എത്തിക്കഴിയുമ്പോൾ, ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും റൂട്ട് ഓഫ് -36 നമ്മൾ എന്ത് എഴുതും, നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, റൂട്ട് 36 ഇൻറ്റു റൂട്ട് ഓഫ് -1 അല്ലെ. റൂട്ട് 36 കൊണ്ട് ഒരു മൈനസ് ഉണ്ട്, അതിന് ഞാൻ -1 ആക്കി എഴുതി. 36 ഇൻറ്റു -1 ആണ് -36. അപ്പൊ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഈ റൂട്ട് ഓഫ് -1 ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഐ. ഈ അയോട്ട എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ, അല്ലെങ്കിൽ എന്താണ്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. വേറെ എക്സാമ്പിൾ നോക്കാം. റൂട്ട് ഓഫ് സെയിം നമ്പർ, റൂട്ട് ഓഫ് -49. റൂട്ട് ഓഫ് -49 നമുക്ക് എന്ത് എഴുതാം, ആദ്യം റൂട്ട് 49ന്റെ വാല്യൂ. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. ബാക്കി ഒരു മൈനസ് റൂട്ടിനകത്തുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ഇടും, 7i എന്നിടും. സിമിലർലി വി ക്യാൻ ടേക്ക് എനി അനദർ എക്സാമ്പിൾ. റൂട്ട് 225. റൂട്ട് 225 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 15 ആണ്. എത്രയാണ്? 15 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന്റെ അകത്ത് റൂട്ട് -225 എന്ന് വന്നാൽ നമ്മൾ എന്തെഴുതും, 15i എന്നെഴുതും. എന്തെഴുതും? റൂട്ട് 15i. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? ഈ ഐ എന്ന് വിളിക്കുന്ന പേരാണെന്ത്, അയോട്ട എന്ന് പറയും. ഐ എന്ന് പറഞ്ഞാൽ അയോട്ട. ഈ അയോട്ടയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്, കോംപ്ലക്സ് നമ്പർ. ഈ അയോട്ടയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. മനസ്സിലായല്ലോ? ഇതാണ് അയോട്ട, അല്ലെങ്കിൽ എന്താണ്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. ഇത് നോക്കിയേ, ഇപ്പം മനസ്സിലായല്ലോ എന്താണ് അയോട്ട. സാധാരണ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ, 10ാം ക്ലാസ്സിലൊക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് വന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അല്ലെ. അവിടെ പിന്നെ എഴുതത്തില്ല, ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയേനെ. പക്ഷേ ഇനി തൊട്ട് നമുക്ക് +1 ചേർന്ന് കഴിഞ്ഞതിന് ശേഷം തൊട്ട് എന്താണ്, റൂട്ടിനകത്ത് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ എന്ത് എഴുതണം, റൂട്ട് -49 ആണെങ്കിൽ എന്താവും, നമ്മൾ 7i എഴുതും. വേറെ ഒരു എക്സാമ്പിൾ ഉണ്ട്.
റൂട്ട് ഓഫ് -81. 81ന്റെ റൂട്ട് 9 ആണെന്ന് അറിയാം. റൂട്ടിനകത്ത് മൈനസ് വന്നുകൊണ്ട് എന്ത് എഴുതും? 9i എന്ന് എഴുതും. സിമിലർലി വി ക്യാൻ ടേക്ക് എനി അതർ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഒരെണ്ണം എടുത്ത് നോക്കാം. ഇപ്പം 26i 26 മൈനസ് റൂട്ട് -26. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അറിയാം. 25 പെർഫെക്റ്റ് സ്ക്വയർ ആ, പക്ഷെ റൂട്ടിനകത്ത് -26 എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് 26 ഇൻറ്റു എന്തെഴുതാം? റൂട്ട് ഓഫ് -1 എന്ന് എഴുതാം. അപ്പൊ എന്തെഴുതാം? റൂട്ട് 26i എന്ന് എന്തെഴുതും? റൂട്ട് 26i. ആ -1 റൂട്ട് ഓഫ് -1 നമുക്ക് എന്ത് വിളിക്കാം? ഐ. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ അയോട്ട. ഐയുടെ വാല്യൂ ചോദിച്ചാൽ എത്രയാണ്? റൂട്ട് ഓഫ് -1. ഐയുടെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് -1. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ പവേഴ്സിനെ പറ്റി. എന്താണ് റൂട്ട് ഐയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്താണ് പവേഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് പവേഴ്സ് ഓഫ് ഐ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാം. പവേഴ്സ് ഓഫ് ഐ. ഓക്കെ, പവേഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഐനെ നമ്മൾ എന്ത് വിളിച്ചു? റൂട്ട് ഓഫ് -1 ആണ്. അതിനെ ഐ തന്നെ വിളിക്കാം. ഓക്കെ, ഇനി ഐ സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ ഐനെ സ്ക്വയർ ചെയ്താൽ എന്ത് വരും? റൂട്ട് പോവുമല്ലോ അല്ലെ? സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. അപ്പൊ ബാക്കി എന്നാണ്? -1. അപ്പൊ ഐയുടെ വാല്യൂ ഐ തന്നെ. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. -i അല്ല, -1. ഓക്കെ, ഇത് ഐ അല്ല, -1 ആണ്. പിന്നെ ഐ ക്യൂബ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു ഐ അല്ലെ? ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ്. കാരണം 2 + 1 ആണ് 3. അപ്പം ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെ. അപ്പൊ -1 ഇൻറ്റു ഐ എത്രയാണ്? -i. അപ്പൊ ഐ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? -i. ഇനി i raised to 4 i raised to 4 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ മതി. ഐ സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ എന്താവും? i raised to 4 ആവും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? +1. അപ്പൊ i raised to 4 എന്ന് പറയുന്നത് എത്രയാണ്? +1. മനസ്സിലായല്ലോ? സിമിലർലി വി ക്യാൻ ചെക്ക് ഫോർ i raised to 5. i raised to 5 എന്ന് പറഞ്ഞാൽ എന്താ? i raised to 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന? i raised to 1 കൊണ്ട്. കാരണം 4 + 1 5 ആവും. i raised to 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ഐ എത്രയാണ്? i ആണ്. ഓക്കെ, അപ്പൊ i raised to 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വീണ്ടും i വന്നു. ഇനി സിമിലർലി i raised to 6 നമുക്ക് ചെക്ക് ചെയ്യാം. i raised to 6 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? i raised to 5 ഇൻറ്റു i raised to 1. i raised to 5 എന്ന് പറഞ്ഞാൽ i ന് കിട്ടി. i ഇൻറ്റു ഐ. i ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1. അപ്പൊ നോക്കിയേ, i raised to 6 എന്ന് പറഞ്ഞാൽ -1. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ പോലെ കാണാൻ സാധിക്കും. i -1 -i 1 വീണ്ടും i -1. ഇനി നമ്മളിപ്പോ i raised to 7 എടുക്കുവാണെങ്കിൽ എത്രയായിരിക്കും? വീണ്ടും എത്ര തന്നെ വരും? -i എന്ന് വരും. i raised to 8 എടുത്താലോ 1. കണ്ടോ, ഇതൊരു പാറ്റേൺ ആയിട്ട് പോവാ. ഒരു 4 4 4 എന്നുള്ള ഒരു ടേമിൽ പോവാ. അപ്പം i raised to 8. അടുത്ത i raised to 9 എന്ന് പറഞ്ഞാൽ ഏതിന്റെയാ? ഇതിന്റെ അതേപോലെ പോകും. i raised to 9 എന്ന് പറഞ്ഞാൽ വീണ്ടും i വരും. i raised to 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 6ന്റെ വാല്യൂ -1. i raised to 11 എന്ന് പറയുന്നത് എത്രയാ? -i. i raised to 12 എന്ന് പറയുന്നത് എത്ര തന്നെ വരും? 1. കണ്ടോ, അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ എല്ലാം വരുന്നത് എത്രയാണ്? 1 ആണ്. നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം i raised to 4n. 4ന്റെ മൾട്ടിപ്പിൾ വരുന്ന എല്ലാം എത്രയാണ്? 1 എന്ന് പറയാം. അപ്പൊ i raised to, സപ്പോസ് ഐ എം ടേക്കിംഗ് i raised to 24. 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 6 × 4 ആണ് 24. ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇതേപോലെ പല രീതിയിൽ പല വാല്യൂസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് i raised to 39. ഫൈൻഡ് ദ വാല്യൂ ഓഫ് i raised to 39. i raised to 39ന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഏത് നമ്പർ ആണോ കിട്ടുന്നത് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഏത് നമ്പർ ആണോ കിട്ടുന്നത് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. എത്ര വരും? 9 4s are 36. റിമൈൻഡർ 3. ഓർക്കുക, അപ്പൊ റിമൈൻഡർ വെച്ചിട്ടുള്ള കളികളാണ് ഈ മൊത്തം. ഇനി റിമൈൻഡർ നോക്കി. സപ്പോസ് റിമൈൻഡർ 0 ആണെങ്കിൽ, ഇഫ് റിമൈൻഡർ ഈസ് 0, റിമൈൻഡർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് ലെഫ്റ്റ് സൈഡിൽ റിമൈൻഡർ ആണ്, മറ്റടുത്ത് വാല്യൂ. റിമൈൻഡർ 0 ആണെങ്കിൽ വാല്യൂ എത്രയാണ്? 1. റിമൈൻഡർ 1 ആണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? i. റിമൈൻഡർ 2 ആണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? -1. റിമൈൻഡർ 3 ആണെങ്കിൽ എത്രയാണ്? വാല്യൂ എത്രയാണ്? -3. ഇത് റിമൈൻഡർ, ഇതെന്താ? വാല്യൂ എന്ന് പറയാം. ഇതോടെ വാല്യൂ. മനസ്സിലായല്ലോ? അപ്പൊ റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പൊ i raised to 39 നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇവിടെ റിമൈൻഡർ എത്രയാണ്? ഇവിടെ ചെയ്തപ്പോഴേക്കും നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പൊ റിമൈൻഡർ 3 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? -i. റിമൈൻഡർ 4 ഒന്നും വരത്തില്ല കേട്ടോ. ഓക്കെ, റിമൈൻഡർ -i. ഇനി വേറെ റൂൾസിനോട് ചെയ്യാം. i raised to 257 എന്ന് എടുത്തു. 257. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 257 ആദ്യം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 4s are 24.
24 റിമൈൻഡർ 1 17 ഇതിൽ 4 times 16 റിമൈൻഡർ 1 റിമൈൻഡർ 180 റിമൈൻഡർ 1 ആയാൽ എന്താണ് ആൻസർ ഐ റിമൈൻഡർ 1 ആണ് അതിന്റെ ആൻസർ എത്രയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നോക്കിയേ വേറെ ക്വസ്റ്റ്യൻ I raised to 28 എന്നിട്ട് I raised to 28 അല്ലേ വേണ്ട 281 എന്ന് എടുക്കാം ഇച്ചിരി ടഫ് ആയിട്ട് കൊടുക്കാം 281 ഈ I raised to 39 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ 281 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്ര വരും 7 4s are 28 എന്ന് കിട്ടും അപ്പൊ 0 റിമൈൻഡർ എത്രയാണ് 1 അല്ലേ അപ്പൊ എത്ര വരും 1 ന്റെ അകത്ത് അടങ്ങുമോ ഇല്ല അപ്പൊ 1 ആണ് വരുന്നത് 1 വരുന്നതുകൊണ്ട് എത്രയാണ് അതിന്റെ വാല്യൂ റിമൈൻഡർ 1 വന്നാൽ വീണ്ടും എത്ര തന്നെ കിട്ടും നമുക്ക് I എന്ന് കിട്ടും ഇവിടെ I raised to 257 ആയിരുന്നു 257 റിമൈൻഡർ എത്രയാണ് 1 ആയിരുന്നു സോറി സോ ഇവിടെ I എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ റിമൈൻഡർ 1 ആകുമ്പോൾ വാല്യൂ എത്രയാണ് I കേട്ടല്ലോ ചെറിയൊരു ഇതായിരുന്നു ഓക്കെ അപ്പൊ സംഭവം മനസ്സിലായല്ലോ ഇനി വേറെ രീതിയിലും ചോദിക്കാം ഇതിനെ സെയിം ടൈപ്പ് I raised to -39 ആണ് ഇതിന്റെ പവർ എത്രയായി -39 ആണെങ്കിൽ നമ്മൾ ഇതിനെ എന്താക്കും ആദ്യമേ 1 I raised to 39 ആക്കുക ആദ്യം എത്രയാക്കുക 1 പവറിനെ എന്താക്കുക -39 ആയിരുന്നു അതിനെ താഴോട്ട് കൊണ്ടുപോകും പവർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ താഴോട്ട് കൊണ്ടുവരിക 39 ഇനി നോക്കി I raised to 39 ഓൾറെഡി ചെയ്തു നമ്മൾ ഓൾറെഡി നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി -I ആണ് -I അല്ലെ നമ്മൾ ഓൾറെഡി 39 ഡിവൈഡ് ചെയ്ത് നമുക്ക് റിമൈൻഡർ 3 കിട്ടി റിമൈൻഡർ 3 വന്നുകൊണ്ട് എത്രയാണ് -I എന്ന് കിട്ടി പക്ഷെ ഇങ്ങനെ എഴുതി നിർത്തരുത് 1 - I എന്നാണ് കിട്ടിയിരിക്കുന്നത് 1 divided by -I അതിന്റെ അർത്ഥം എന്താ -1 divided by I എന്ന് പറയുമ്പോൾ -1/I ഒരിക്കലും നമ്മൾ ഡിനോമിനേറ്ററിൽ I എഴുതത്തില്ല ഒരിക്കലും നമ്മൾ എഴുതത്തില്ല ഡിനോമിനേറ്ററിൽ I എഴുതത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിലുള്ള അതിനെ കളയണം I കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഒരു I കൊണ്ട് മൾട്ടിപ്ലൈ വീണ്ടും എന്ത് ചെയ്യും ഒരു I കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ വീണ്ടും ഇവിടെ എന്ത് ചെയ്യും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ എന്ത് ചെയ്തു I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ -1 into I -I എന്ന് കിട്ടും ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ I into I സ്ക്വയർ ആണ് അല്ലെ I into I എന്ന് പറഞ്ഞാൽ I സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ് -1 ഈ മൈനസും പോകും I/1 എന്ന് കിട്ടും ഫൈനൽ ആൻസർ എത്രയാണ് I മനസ്സിലായല്ലോ ഇതാണ് പവേഴ്സ് ഓഫ് I എന്ന് പറഞ്ഞ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വേറൊരു ക്വസ്റ്റിനൂടെ ഡിനോമിനേറ്റർ നെഗറ്റീവ് വരുന്നു ഡിനോമിനേറ്ററിൽ പവർ നെഗറ്റീവ് വരുന്ന നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം I raised to -47 I raised to -47 നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നതാ നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ട് ഇറക്കുക I raised to 47 ആവുക പിന്നെ എന്ത് ചെയ്യുക 47 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പൊ എത്ര കിട്ടും അല്ലെ റിമൈൻഡർ എത്ര കിട്ടും നമുക്ക് 3 എന്ന് കിട്ടും റിമൈൻഡർ 3 ആണെങ്കിൽ നമുക്കറിയാം -I എന്നാണ് റിമൈൻഡർ 3 ആണെങ്കിൽ എത്രയാണ് -I ഇപ്പൊ 1 divided by -I ആണ് ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ I വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം വീണ്ടും ഒരു I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് വരും ഇവിടെ 1 into I ന്യൂമറേറ്ററിൽ പിന്നെ -I into I എന്താണ് I സ്ക്വയർ എന്ന് കിട്ടും അപ്പൊ എന്ത് കിട്ടും ഫൈനൽ ആൻസർ -I divided by I സ്ക്വയർ അല്ല ഈ മൈനസിനെ മേളിലോട്ട് എടുത്തേ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഈ മൈനസും പോയി I/1 എന്ന് വരും I/1 എന്ന് പറഞ്ഞാൽ എത്രയാണ് I സിമ്പിൾ അല്ലേ ഇതാണ് പവേഴ്സ് ഓഫ് I എന്ന് പറഞ്ഞ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം പിന്നെ അടുത്തതായിട്ട് അറിയേണ്ടത് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് കോൺജുഗേറ്റീവ് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ അത് നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ സാധാരണ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി I വരുന്ന ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ഒരു നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ Z എന്നാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് അത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് Z is equal to A plus IB Z is equal to A plus IB മനസ്സിലാക്കണം Z is equal to A plus IB there is a real part and an imaginary part അപ്പൊ A എന്ന് പറഞ്ഞാൽ എന്താ റിയൽ പാർട്ട് ഓഫ് Z Z എന്ന് പറഞ്ഞാൽ എന്താണ് കോംപ്ലക്സ് നമ്പർ Z എന്ന് പറഞ്ഞാൽ എന്താണ് കോംപ്ലക്സ് നമ്പർ C അല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പറിനെ എന്താണ് Z എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ചെറുതാക്കി എഴുതുമ്പോൾ എന്ത് വരും റിയൽ പാർട്ട് ഓഫ് Z ഇനി B എന്ന് പറയുന്നത് എന്താണ് ഇമാജിനറി പാർട്ട് ഓഫ് Z ഒരു I വെച്ചിട്ടുള്ള ടേമിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇമാജിനറി പാർട്ട് അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും IM ബ്രാക്കറ്റിൽ Z ഇതാണ് റിയൽ പാർട്ട് ഓഫ് Z ഇമാജിനറി പാർട്ട് ഓഫ് Z ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം
5 + 3i 5 + 3i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ. അപ്പൊ z ഈസ് ഈക്വൽ ടു 5 + 3i. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്, റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ i ഇല്ലാത്ത ടേം ഏതാ? ഇവിടെ 5 അല്ലേ? 5. ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ i ഉള്ള ടേം, ഐയുടെ കൂടെ, i എഴുതരുത്, ഐയുടെ കൂടെ ഉള്ളത്, ഐയുടെ കൂടെ ഏതാ? 3. മനസ്സിലായല്ലോ? അപ്പൊ 5ഉം 3 ഇതാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡും ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കിയേ, z ഈസ് ഈക്വൽ ടു 5 - 2i 5 - 2i അല്ലെങ്കിൽ വേണ്ട -5 - 2 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ i ഇല്ലാത്ത ഏതാ? -5ഉം ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? i ഉള്ള ടൈം, ഐയുടെ കൂടെയുള്ള ഏതാ? ഐയുടെ കൂടെ ഉള്ളത്, i എഴുതരുത്, ഐയുടെ കൂടെ ഉള്ളത് ഏതാണ്? -2. അപ്പൊ -5ഉം -2 ഇതാണ് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ 2-3 എക്സാമ്പിളോടെ ചോദിക്കാം. അത് പെട്ടെന്ന് കണ്ടാൽ ഇത് കോംപ്ലക്സ് നമ്പർ ആണോ എന്ന് തോന്നത്തില്ല. അങ്ങനത്തെ 2-3 എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. റൈറ്റ് the following in a plus ib form. എന്ത് ഫോമിലാണ്? a plus ib ഫോമിൽ എഴുതാനായിട്ട് ചോദിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിയേ, വെറും 1 എന്ന് കൊടുത്തു, ജസ്റ്റ് 1. ഇതിനെ എന്തിൽ എഴുതണം? കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ എഴുതണം. അപ്പൊ 1 എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? നോക്കിയേ, 1 എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ഇതിനെ എഴുതേണ്ടത് z ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ i ഇല്ല. i ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? 0 ആയി കൊടുക്കും. കാരണം i ഇല്ലല്ലോ, i ഇല്ലാത്തതുകൊണ്ടാണ് 0 ആയി. അപ്പൊ നമുക്ക് ഇതിനകത്ത് എഴുതാമല്ലോ, റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 1ഉം ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐയുടെ കൂടെ ഒന്നുമില്ല, അപ്പൊ എത്രയാണ്? 0. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് -i എന്ന് മാത്രമാണ്. അപ്പൊ ഇതാണ് -i എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും എഴുതാം. ഇതാണ് റെപ്രസെന്റേഷൻ a plus ib ഫോം. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് എഴുതും? 0, റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, മൈനസ്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് എഴുതും? റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് 0 - i. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാലോ എത്രയാണ്? -i എന്നാണോ? അല്ല, -1. കാരണം എന്താ? ഐയുടെ കോയിഫിഷ്യന്റ് ആണ് -1. ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺജുഗേറ്റും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും മോഡുലസും. ഈ 3 കാര്യങ്ങൾ അറിയണം. 3 കാര്യങ്ങൾ അറിയാണ്ട് എന്തൊക്കെയാണ് കോൺജുഗേറ്റ്. ഇപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺജുഗേറ്റിനെ പറ്റിയാണ്. എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്താണെന്നാണ് പറയുന്നത്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് z ബാർ. എന്താ പറയുന്നത്? z ബാർ എന്ന് പറയുന്നതാണ് എന്ത്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് z എന്ന് പറയുന്നത് a plus ib ആണെങ്കിൽ, z എന്ന് പറഞ്ഞാൽ എന്താണ്? a plus ib. z ബാർ എന്ന് പറഞ്ഞാൽ എന്താ? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് അല്ലേ, a plus ib ആണെങ്കിൽ നമ്മൾ എന്താക്കി എഴുതും? a minus ib. ഇത്രയും വ്യത്യാസമുള്ളൂ. a plus ib ആണെങ്കിൽ മറ്റെന്താണ്? a minus ib. ആ ഒരൊറ്റ വ്യത്യാസമുള്ള എന്ത്? കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കി. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 5 - 3i ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ z എന്ന് പറയുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെഡിനെ എന്താക്കണം? z ബാർ ആക്കണം. സെഡിനെ എന്താക്കണം? z ബാർ. അപ്പൊ മൈനസ് എന്നുള്ള എന്താവും? ചേഞ്ചസ് ടു പ്ലസ്. ഒറ്റ വ്യത്യാസമുള്ളൂ. കണ്ടോ? വേറെ നമ്പർ ഒന്നും മാറുന്നില്ല. മൈനസ് എന്താകും? പ്ലസ് ആവും. പ്ലസ് എന്താവും? മൈനസ് ആവും. അതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. നോക്കിയാൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ -i. ഇത്ര ഉള്ളു തന്നിട്ടുള്ളൂ. -i. ഇതിന്റെ കോൺജുഗേറ്റ് എഴുതാൻ പറയും. ഇതാണ് z. നമുക്ക് ആദ്യം ഇതിനൊന്ന് a plus ib ഫോം ആക്കാം. a plus ib ഫോം എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ പാർട്ട് ഇല്ല. അപ്പം 0 മൈനസ് എന്താണ്? i. 0 - i. 0 plus - i എന്ന് കൊടുക്കാം. a plus ib യുടെ പ്ലസ് കൊടുക്കാം. അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇനി ഇതിന്റെ z ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 - i എന്താക്കുക? 0 + i. ഇതാണ് എന്ത്? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. വേറെ എക്സാമ്പിൾ കൂടെ ചെയ്തേക്കാം. നോക്കിയേ, -3 - 2i. -3 - 2i. ഇവിടെ നോക്കിയേ, ഇതിന്റെ കോൺജുഗേറ്റ് z ബാർ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിനും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ -3നെ +3 ആക്കണോ? വേണ്ട. ജസ്റ്റ് റൈറ്റ് -3. പിന്നെ -2i എന്താവും? മൈനസിന് സ്ഥാനത്ത് എന്താവും? +2i. എന്ത് കിട്ടും? -3 + 2i. റിയൽ പാർട്ടിന് ചേഞ്ച് ഇല്ല. രണ്ടാമത് കിടക്കുന്ന ഐയുടെ കൂടെയുള്ള ടേമിന് മാത്രമേ ഉള്ളൂ ചേഞ്ച് ഉള്ളൂ. ഇതാണ് എന്ത്? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് മോഡുലസ്. ഓക്കെ, ഇപ്പൊ കോൺജുഗേറ്റ് കഴിഞ്ഞു. അടുത്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്? ഓക്കെ, മോഡുലസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യും
മോഡ് ഓഫ് ഇസഡ്. നോക്കിയ ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുക ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. ഇനി ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, റൂട്ട് ഓഫ് ആദ്യം എന്ത് ചെയ്യുക? റൂട്ട് ഇടുക, പിന്നെ ഓരോ നമ്പറിന്റെയും സ്ക്വയർ അത് ആഡ് ചെയ്യുക. എയുടെ സ്ക്വയർ എ സ്ക്വയർ, ബി എടുക്കണോ ഐന്ന് എടുക്കണോ? വേണ്ട, ജസ്റ്റ് ടേക്ക് വാല്യൂ ഓഫ് ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഓഫ് ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എടുക്കുവാണ് ഇസഡ് ഈസ് ഈക്വൽ ടു 4 - 3i ആണെങ്കിൽ 4 - 3i ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയുടെ വാല്യൂ 4ഉം ബിയുടെ വാല്യൂ എത്രയാണ്? -3 ആണ് അല്ലെ? ഇപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -3യുടെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 -3. മൈനസിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ്. അപ്പൊ 3യുടെ സ്ക്വയർ എത്രയാണ്? 9. റൂട്ട് ഓഫ് 16 + 9 വിച്ച് ഈസ് ഈക്വൽ ടു 25. എത്ര വരും? റൂട്ട് 25 എത്രയാണ്? 5. ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, ഇസഡ് ഈസ് ഈക്വൽ ടു 2 - 3i അല്ലെങ്കിൽ വേണ്ട 2 + 3i എടുക്കാം, കാരണം ഇവിടെ മൈനസ് ആണ്. അപ്പൊ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4ഉം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഇപ്പൊ 9 + 4 എത്രയാണ്? റൂട്ട് 30. ഇതാണ് എന്ത്? മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഇനി ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ആക്കും, എന്താവും? 2 - 3. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് കൂടെ നോക്കാം. അതുകൂടെ കഴിയുമ്പോഴേക്കും തിയറി പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആവും. അടുത്ത് നോക്കിയേ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്നാണ് പറയുന്നത്. നോക്കിയേ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസഡ് ഇൻവേഴ്സ്. ഇസഡ് ഇൻവേഴ്സ് ഇതാണ് ഇസഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഫോർമുല ഇസഡ് ബാർ കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസിന്റെ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇതാണ് എന്ത് കാണാനുള്ള ഫോർമുല? നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണാനുള്ള ഫോർമുലയാണ് ഇസഡ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ആണ് അല്ലെ? സൈൻ ചേഞ്ച് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. ഇതോ ഇസഡ് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസിന്റെ എന്താണ്? സ്ക്വയർ. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഞാൻ mi എന്ന് കൊടുക്കുകയാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈസ് ഈക്വൽ ടു 5 - 3i. z ഈസ് ഈക്വൽ ടു 5 - 3i. ഇതിന്റെ എന്ത് കാണുക? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം കാണേണ്ടത് z ബാർ ആണ്. z ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ മാറ്റുക. 5 - 3i എന്താവും? 5 + 3 ആവും. ഇനി അടുത്തത് മോഡുലസ് ഓഫ് z. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് b എന്ന് പറഞ്ഞാൽ എന്താണ്? -3യുടെ സ്ക്വയർ. അപ്പൊ എത്ര വരും? 25. 5ന്റെ സ്ക്വയർ 25, -3യുടെ സ്ക്വയർ എത്രയാണ്? 9. അപ്പൊ 25 + 9 എത്ര കിട്ടും? റൂട്ട് 34. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ അറിയാലോ. z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ. ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. റൂട്ട് 34നെ സ്ക്വയർ ചെയ്താൽ എന്ത് വരും? സ്ക്വയറും റൂട്ടും പോകും. ബാക്കി എന്നാ ഉണ്ട്? 34. ബാക്കി 34. എന്ത് വരും? z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ. z ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 + 3i ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ എത്രയാണ്? 34. റൂട്ട് 34 അല്ല, സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? റൂട്ട് പോകും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കി വേണം എഴുതാം. 5/34 + 3i ഡിവൈഡഡ് ബൈ 34. ഇങ്ങനെ എഴുതിയാലും എന്ത് തന്നെയാണ്? സെയിം ആൻസർ. മനസ്സിലായാലോ? നമുക്ക് ഒരു ക്വസ്റ്റിനോട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ എക്സസൈസ് പ്രോബ്ലം ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്താ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിനോട് ചെയ്യാം. ഫൈൻഡ് ദ multiplicative inverse of z is equal to -2 - 5i. -2 + 5 കൊടുക്കും. -2 + 5. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചോദിച്ചാൽ ആദ്യം z ബാർ കാണുക. കോൺജുഗേറ്റ്. z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് കാണുമ്പോൾ എന്ത് വരും? z ബാർ എന്ത് വരും? -2 + 5iക്ക് വരെ എന്താവും? -5. റിയൽ നമ്പർ മാറത്തില്ല, ഓൺലി ഇമാജിനറി നമ്പർ. ഇനി അടുത്തതോ മോഡുലസ് ഓഫ് z. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2ന്റെ സ്ക്വയർ, b സ്ക്വയർ എന്ന് പറഞ്ഞാൽ -5ന്റെ സ്ക്വയർ. ഇപ്പൊ എത്ര വരും? -2ന്റെ സ്ക്വയർ എത്രയാണ്? 4. -5ന്റെ സ്ക്വയർ എത്രയാണ്? 25 അല്ലെ? -2ന്റെ സ്ക്വയർ 4, -5ന്റെ സ്ക്വയർ 25. എത്ര കിട്ടും? റൂട്ട്
29 എന്ന് കിട്ടും. ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ്. പക്ഷെ നമുക്ക് മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയറും കൂടെ വേണം. എത്രയാവും? റൂട്ട് 29 സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. എത്ര കിട്ടും? 29 അല്ലെ? അപ്പൊ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ്. ഇസഡ് ഇൻവേഴ്സിന്റെ ഫോർമുല എന്താണ്? Z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ. Z ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 പ്ലസ് 5 യുടെ Z ബാർ എത്രയായിരുന്നു? -5 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ 29. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ -2/29. അടുത്ത എത്രയാണ്? -5 ഡിവൈഡഡ് ബൈ 29. ഇതാണ് എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. മൊത്തം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സസൈസ് 5.1 അതിലെ 1 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് റൈറ്റ് ദ ഫോളോയിങ് ഇൻ A+IB ഫോം അല്ലെ? നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന് A+IB ഫോമിലോട്ട് എഴുതണം. അതാണ് നമ്മുടെ എന്ത്? 1 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5i into -3/5i. ഇതിനെ എന്തിലോട്ടാക്കണം? A+IB ഫോമിലോട്ട്. നമുക്കറിയാം 5i മൾട്ടിപ്ലൈങ് ബൈ ഏതാണ്? -3/5i ആണ്. ഈ 5ഉം ഈ 5ഉം കൂടെ കട്ട് ചെയ്യാലോ. കാരണം എന്താ? ഒരെണ്ണം ന്യൂമറേറ്ററിലോ ഒരെണ്ണം ഡിനോമിനേറ്ററിലോ മൾട്ടിപ്ലൈ. അപ്പൊ അത് കട്ട് ചെയ്യാം. ബാക്കി എന്നാ ഉണ്ട്? -3 ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? i into i. i into i. i into i എന്ന് പറഞ്ഞാൽ എന്താണ്? i സ്ക്വയർ ആണ് അല്ലെ? x into x x സ്ക്വയർ ആണെങ്കിൽ i into i എന്താണ്? i സ്ക്വയർ. അപ്പൊ -3 ഉണ്ട്. i സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. i സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പൊ -3 into -1 എത്രയാണ്? +3. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? +3. മനസ്സിലായല്ലോ? പക്ഷെ നമ്മൾ ഇങ്ങനെയാണോ എഴുതേണ്ടത്? അല്ല. നമ്മൾ ഇതിൽ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? A+IB ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എ മാത്രമേ ഉള്ളൂ. ഇവിടെ റിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഇമാജിനറി നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? A + 0i 3 + 0i. എ എന്ന് പറയുന്നത് 3ഉം ബി എത്രയാണ്? 0ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും ഇവിടെ? നമ്മൾ 3 + 0i എന്ന് എഴുതും. മനസ്സിലായല്ലോ? 3 + 0i. ജസ്റ്റ് 3 എന്ന് മാത്രം എഴുതരുത്. A+IB ഫോം ആണ്. അതുകൊണ്ടാണ് 3 + 0i. ഇനി അടുത്ത ക്വസ്റ്റ്യൻ i⁻9 + i⁻19. അപ്പൊ നമുക്കറിയാം i⁻9 കണ്ടുപിടിക്കണം, i⁻19 കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? i⁻9 ആണ്. ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ 1 ആണെങ്കിൽ ഞാൻ പറഞ്ഞു വാല്യൂ എത്രയാണ്? i. റിമൈൻഡർ 1 ആണെങ്കിൽ വാല്യൂ i. ഇനി അടുത്തത് i⁻19. അപ്പൊ 19 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരും? 4 4s are 16. റിമൈൻഡർ 3 ആണ്. റിമൈൻഡർ 1 ആയിരുന്നപ്പോൾ i, റിമൈൻഡർ 3 ആയിരുന്നപ്പോൾ -i. എത്രയാണ്? -i. ഓർക്കണം അത്. കേട്ടല്ലോ? ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമല്ലേ? i⁻9 + i⁻19. i⁻9 എന്ന് പറഞ്ഞാൽ i ആണ് അല്ലെ? i⁻9 എന്ന് പറഞ്ഞാൽ i പ്ലസ് പിന്നെ എന്താണ്? i⁻19. അത് എത്രയാണ്? -i. അപ്പൊ പ്ലസും മൈനസും വരുമ്പോൾ എന്താവും? -i എന്ന് വരും. i - i എത്രയാണ്? 0. അപ്പൊ എന്താവും? ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്താ എഴുതണം? A+IB ഫോമിൽ എഴുതണം. A+IB എന്ന് പറഞ്ഞാൽ എന്താണ്? 0 + 0i. കാരണം എയും ഇല്ല ബിയും ഇല്ല. അപ്പൊ എത്ര കിട്ടും? 0 + 0i. ഇതാണ് എന്ത്? A+IB ഫോം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുമ്പ് ഞാൻ ഒന്നും കൂടെ പറയാം. റിമൈൻഡറിന്റെ കാര്യങ്ങൾ മറക്കരുത് മക്കളെ. റിമൈൻഡർ അല്ലെ? റിമൈൻഡർ 0 ആണെങ്കിൽ വാല്യൂ എത്രയാ? റിമൈൻഡർ 0 ആണെങ്കിൽ വാല്യൂ എത്രയാ? 0 ആണെങ്കിൽ വാല്യൂ 1. റിമൈൻഡർ 1 ആണെങ്കിൽ എത്രയാണ് വാല്യൂ? i. റിമൈൻഡർ 2 ആണെങ്കിൽ എത്രയാണ്? -1. റിമൈൻഡർ 3 ആണെങ്കിൽ എത്രയാണ്? -i. ഇത് മറക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? i⁻−39. i⁻−39. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് വന്നാൽ താഴോട്ട് എഴുതണം. 1/i⁻39. 1/i⁻39. അപ്പൊ i⁻39 ആണ്. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9 വരും. 9 4s are 36. റിമൈൻഡർ 3. റിമൈൻഡർ 3 വന്നാൽ എത്രയാണ്? -i. റിമൈൻഡർ 3 വരുമ്പോൾ -i. ഇപ്പൊ എത്ര വരും ഇവിടെ? 1/-i എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു -i പറഞ്ഞ് താഴോട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. റിമൈൻഡർ ഡിനോമിനേറ്ററിൽ ഒരിക്കലും i കാണരുത്. അപ്പൊ എന്ത് ഇടണം? തിരിച്ച് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 into i. പിന്നെ എന്താ? ഒരു മൈനസ് ഉണ്ട്. i into i സ്ക്വയർ അല്ലെ? i into i എന്താണ്? i സ്ക്വയർ. അപ്പൊ എന്ത് വരും? i / -i സ്ക്വയർ. i സ്ക്വയറിന്റെ വാല്യൂ -1. മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പൊ i / 1. എത്രയാണ് ഫൈനൽ ആൻസർ? i. ഇതിന്റെ ആൻസർ എത്രയാണ്? i. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? i⁻−39 A+IB ഫോമിൽ എഴുതണം.
എ പ്ലസ് ഐ ബി ഫോം. ഇപ്പൊ എത്ര കിട്ടും? ഐ എന്നുണ്ട്, ഇപ്പൊ എന്ത് കിട്ടണം? 0 പ്ലസ് ഐ. റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് കൊടുക്കണം? 0 പ്ലസ് ഐ. ഇതാണ് എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നാലാമത്തേലേക്ക് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെയും എ പ്ലസ് ഐ ബി ഫോം തന്നെയാണ്. 3 × 7 + 7i പ്ലസ് ഐ × 7 + 7i. ഇതിനെ സോൾവ് ചെയ്തിട്ട് ഇതിനെ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യണം? എ പ്ലസ് ഐ ബി ഫോമിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ 3 × 7. 3 × 7 എത്രയാണ്? 21. അടുത്ത ഏതാ? 3 × 7i. 3 × 7 എന്ന് പറഞ്ഞാൽ 21 ആണ്. ഒരു ഐയും കൂടെ കയറി വരുന്നുണ്ട്, 21i. ഇനി അടുത്തത് പ്ലസ് ഐ × 7. ഐനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7i പ്ലസ് അടുത്തത് ഐ × ലാസ്റ്റത്തെ 7i. 7 ഉണ്ട്, 2i വരുന്നുണ്ട്. അപ്പൊ എന്താ? 7i². മനസ്സിലായല്ലോ? അപ്പൊ 3 × 7 21, 3 × 7i 21i, i × 7 7i, i × 7i 7i². 21 നമുക്ക് 21 എന്ന് എഴുതാം, 21i-നെ 21i എന്ന് തന്നെ എഴുതാം. 21i-യും 7i-യും കൂടെ നമുക്ക് ആഡ് ചെയ്യാലോ, കാരണം രണ്ടും i തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. നോക്കിയേ, 21i + 7i രണ്ടും കൂടെ കൂട്ടുമ്പോൾ 28i പ്ലസ് 7i². i² വാല്യൂ നമുക്കറിയാം -1. 7 × i² ആണ്. അപ്പൊ 7 × -1 -7 കിട്ടും. 21 പ്ലസ് 28i പ്ലസ് മൈനസ് വരുമ്പോൾ -7 × 1 7. എത്ര കിട്ടും? 21 - 7 14 പ്ലസ് അല്ലെ, 21 × 7 = 14. 14 പ്ലസ് 28i. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് ഓൾറെഡി എന്തിലാണ്? എ പ്ലസ് ഐ ബി ഫോമിൽ. അതുകൊണ്ട് നമുക്ക് ഇനി ചേഞ്ചസ് ഒന്നും വരുത്തണം. എ പ്ലസ് ഐ ബി ഫോം എന്ന് പറഞ്ഞാൽ എത്ര വരും? 14 പ്ലസ് 28i. ഞാൻ അടുത്ത ഫിഫ്ത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ്. ഇവിടെ മൾട്ടിപ്ലൈ ഒന്നുമില്ല. ഓപ്പൺ ദ ബ്രാക്കറ്റ്. 1 മൈനസ് ഐ, പിന്നെ മൈനസ് ഓഫ് -1. ഒരു മൈനസ് വെളിയിലും ഉണ്ട്, അകത്തും ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസ് വരുമ്പോൾ എന്താവും? +1. പിന്നെ മൈനസും പ്ലസ് 6i. മൈനസും പ്ലസും വന്നാൽ മൈനസ്, പിന്നെ എന്താ ഉള്ളത്? 6i. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 1 ഉം 1 ഉം കൂടെ കൂട്ടണം. 1 ഉം 1 ഉം കൂടെ കൂട്ടുമ്പോൾ 2. ബാക്കി എന്നാ ഉണ്ട്? -i, പിന്നെ എന്താ? ഒരു -6i. അപ്പൊ 2 ഉം -1 -6 രണ്ട് മൈനസ് ഇടവിട്ട് വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ഇടുക, കൂട്ടുമ്പോൾ എത്രയാ? 6 1 കൂട്ടിയാൽ 7. 7i ആണ്, പിന്നെ എന്ത് ഇടുക? മൈനസ്. അപ്പൊ എന്താണ് ഫൈനൽ ആൻസർ? എ പ്ലസ് ഐ ബി ഫോം എന്ന് പറയുന്നത് എന്താണ്? 2 - 7i. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത എന്താ? സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, സിക്സ്ത് ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/5 പ്ലസ് 2/5i മൈനസ് 4 പ്ലസ് 5i/2. ഇതാണ് നമ്മുടെ എന്ത്? സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കി, ഇപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. റിയൽ പാർട്ടിനെ ഒരുമിച്ച് എഴുതുക, ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ആക്കുക. ഇവിടെ 1/5 ഉണ്ട്, പിന്നെന്താ 2/5i ഉണ്ട്, പിന്നെന്താ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -4 -4 -+5 എന്ത് വരും? -5i/2 അല്ലെ? എല്ലാത്തിനും എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതി. ഇനി നോക്കി, ബ്രാക്കറ്റിലുള്ളതിന് ഓപ്പൺ ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേപോലെ ഉള്ളത്, അതായത് റിയൽ പാർട്ട് എല്ലാം ഒരുമിച്ച്. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ i ഇല്ലാത്തത് 1/5 ഉണ്ട്, പിന്നെ എന്നാ ഉള്ളത്? -4. ബാക്കി എന്നാ ഉണ്ട്? 2/5i, പിന്നെ ഇവിടെ -5i/2. എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഇതാണ് ഒരു പാർട്ട്. അടുത്ത ഏതാ? ഇത് അടുത്ത പാർട്ട്. ഇതിനെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ. 1 × 1 ഒന്നുമില്ലെങ്കിൽ 1 ആണ്. അപ്പൊ 1 × 1 1 മൈനസ് 4 × 5 എത്രയാണ്? 20 / 5. മനസ്സിലായല്ലോ? 1 മൈനസ് 5 × 4 20 / 5 പ്ലസ് ഇവിടെയോ അതേപോലെ തന്നെ 2 × 2 എത്രയാണ്? 2 × 2 4i. അടുത്ത് മൈനസ് 5 × 5 എത്രയാണ്? 25i / 5 × 2 എത്രയാണ്? 10. മനസ്സിലായല്ലോ? 2 × 2 4i മൈനസ് 5 × 5 25i / 5 × 2 10. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 1 - 20. 1-ൽ നിന്ന് 20 കുറച്ചാൽ -19 / 5 പ്ലസ് ഇവിടെയോ 4 - 25 4i - 25. 4-ൽ നിന്ന് 25 കുറച്ചു. ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ എന്ത് ഇടണം? -21i/10. ഏതാ എ പ്ലസ് ഐ ബി ഫോം? എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരും? -19/5 പ്ലസ് ബാക്കി എന്നതാ? ib. അപ്പൊ എത്രയാ? ib എന്ന് പറയുമ്പോൾ -21/10. ഈ i ആദ്യമോ രണ്ടാമതോ എഴുതിയാലും കുഴപ്പമില്ല, ഏത് എഴുതിയാലും എന്താണ്? സെയിം ആൻസർ. അങ്ങനെ നമുക്ക് ഇത് ബ്രാക്കറ്റിലേക്ക് ഇടാം. നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 1/3 പ്ലസ് 7/3i 1/3 പ്ലസ് 7/3i പ്ലസ് 4 പ്ലസ് 1/3i 4 പ്ലസ് 1/3i മൈനസ് വീണ്ടും ഒരു ബ്രാക്കറ്റ് -4/3 പ്ലസ് i.
മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1/3 പ്ലസ് 1/3i പ്ലസ് 4 പ്ലസ് 1/3i മൈനസ് 4/3i പ്ലസ് i. ഇനി ഇതിനെല്ലാം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, റിയൽ പാർട്ടിനെ ഒരുമിച്ച് എഴുതുക, സോൾവ് ചെയ്യുക. റിയൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 1/3 പ്ലസ് പിന്നെ 7/3i പിന്നെ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഓൾറെഡി പ്ലസ്, അപ്പൊ അതേപോലെ തന്നെ 4 പ്ലസ് 1/3i, ഇവിടെയോ മൈനസ് ഓഫ് മൈനസ്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് മൈനസ് എന്താവും? പ്ലസ് 4/3 പിന്നെ എന്താ? മൈനസ് ഓഫ് i എന്താണ്? മൈനസ് i. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? റിയൽ പാർട്ട് ഒരുമിച്ചാക്കുക, ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആക്കുക. ഓൾറെഡി തന്നെ ഉണ്ട്, ഒരു 1/3 ഉണ്ട് ഇവിടെ അല്ലെ, ഇവിടെ ഒരു 1/3 പിന്നെ ഇവിടെ ഒരു 4/3 ഉണ്ട്, i ഇല്ലാത്ത 1/3 പ്ലസ് 4/3 പിന്നെ എന്നാ ഉണ്ട്? ഒരു 4 കൂടി ഉണ്ട് പ്ലസ് 4. അതേപോലെ തന്നെ i പാർട്ട്, i എന്ന് പറഞ്ഞാൽ 7/3i അല്ലെ, പിന്നെ എന്താ? ഒരു 1/3i പിന്നെന്താ? മൈനസ് i. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനെ സോൾവ് ചെയ്യാലോ. ഇതിനെയും സോൾവ് ചെയ്താൽ ആൻസർ ആയി. ആദ്യമേ നമുക്ക് ഈ രണ്ടെണ്ണം ചെയ്യാം. സെയിം ഡിനോമിനേറ്റർ ആണല്ലോ, അതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. സെയിം ഡിനോമിനേറ്റർ ആഡ് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 1 പ്ലസ് 4 5/3 പ്ലസ് എന്താണ്? ഇവിടെ 4 പ്ലസ് ഇവിടെയോ 7/3i പ്ലസ് 1i/3. ഡിനോമിനേറ്റർ സെയിം, അപ്പൊ 3 ആണ്. 7i പ്ലസ് i എത്രയാ? 7i പ്ലസ് i എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 7 ഒന്നും കൂട്ടി എത്രയാ? 8i/3 മൈനസ് i. ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ ആയി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5 പ്ലസ് 5 into 1 5 പ്ലസ് 4 into 3 12 divided by 3. 5 into 1 5 plus 4 into 3 എത്രയാ? 12 divided by 3 പ്ലസ് ഇവിടെയോ 8i into 1 8i മൈനസ് 3 into i 3i divided by 3. മനസ്സിലായല്ലോ? ആദ്യം റൈറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുക, ഇങ്ങനെ പിന്നെ എന്താ? താഴോട്ട് 3 into 1 3. ഇവിടെ 8i into 1 8i i into 3 3i divided by 3. 5 plus 2 എത്രയാ? 5 plus 12 17. 17/3 പ്ലസ് 8i മൈനസ് 3i 5i/3. ഇതാണ് നമ്മുടെ എന്ത്? ഫൈനൽ ആൻസർ. ഇത് ഏത് ഫോമാ? a പ്ലസ് ഐ ബി ഫോം. a പ്ലസ് ഐ ബി ഫോമിൽ എഴുതാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് i ഹോൾ റൈസ് ടു 4. ഹോൾ റൈസ് ടു 4 അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് സ്ക്വയർ അറിയാം. സ്ക്വയറിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് എത്ര ചെയ്യുന്നത്? 4 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ചെറുതാക്കി എന്താക്കും? 1 മൈനസ് i ഹോൾ സ്ക്വയർ എന്ന് എഴുതും ആദ്യമേ. അതിനെ സ്ക്വയർ ചെയ്താൽ 4 ആവുമല്ലോ. 1 മൈനസ് i ഹോൾ റൈസ് ടു 4നെ നമുക്ക് 1 മൈനസ് i ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2 into 2 4 ആവും. ഇവിടെ നോക്കിയേ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താണ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മക്കളെ? പറഞ്ഞേ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് എന്താണ്? b സ്ക്വയർ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. ഇതാണ് ഫോർമുല. ഇവിടെ നോക്കിയേ. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യും. 1 മൈനസ് i ദ ഹോൾ സ്ക്വയർ. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ i. ഇപ്പൊ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മൈനസ് 2ab 2 into 1 into i അല്ലെ. വീണ്ടും മൈനസ് i ഇടരുത്, ഓൾറെഡി മൈനസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 2 into 1 into i പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? i സ്ക്വയർ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 into 1 2 into i 2i അല്ലെ. 2i പിന്നെ പ്ലസ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു -1. അപ്പൊ ഈ പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് ആവും. ഈ മൈനസും ഈ പ്ലസും കൂടെ ക്യാൻസൽ ആവും. 1ഉം -1ഉം കൂടെ ക്യാൻസൽ ആവും. ബാക്കി എന്നാ ഉണ്ട്? -2i. ഇതാണ് ഏത്? 1 മൈനസ് ഐയുടെ സ്ക്വയർ. പക്ഷെ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. കാരണം പവർ 4 ആണ്. 1 മൈനസ് ഐ ഹോൾ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 മൈനസ് ഐയുടെ സ്ക്വയർ വീണ്ടും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. 1 മൈനസ് ഐയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -2i. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസിനെ സ്ക്വയർ ചെയ്താൽ പ്ലസ് അല്ലെ. 2നെ സ്ക്വയർ ചെയ്താൽ 4, ഐനെ സ്ക്വയർ ചെയ്താൽ i സ്ക്വയർ അല്ലെ. മൈനസിനെ സ്ക്വയർ ചെയ്തപ്പോൾ പ്ലസ് i, 2നെ സ്ക്വയർ ചെയ്തപ്പോൾ 4i, ഐനെ സ്ക്വയർ ചെയ്തപ്പോൾ i സ്ക്വയർ. അപ്പൊ എത്ര വരും? 4i സ്ക്വയർ. 4 into -1 എത്രയാണ്? -4. പക്ഷെ ഇത്ര എഴുതി നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ എന്തിലോട്ട് എഴുതണം? a പ്ലസ് ഐ ബി ഫോമിലോട്ടാക്കണം. a പ്ലസ് ഐ ബി എന്ന് പറയുമ്പോൾ a മാത്രമേ ഉള്ളൂ ഇവിടെ, റിയൽ പാർട്ട് -4 പ്ലസ് എന്ത് കൊടുക്കണം? 0i. ഇമാജിനറി പാർട്ട് ഇല്ല. അപ്പൊ എന്ത് കൊടുക്കണം? 0i. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നോക്കിയേ 1/3 പ്ലസ് 3i ദ ഹോൾ ക്യൂബ്. 1/3 പ്ലസ് 3i ദ ഹോൾ ക്യൂബ്. ക്യൂബ് വന്നാൽ എന്ത് ചെയ്യണം? ഇതൊരു a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മോഡലാണ് അല്ലെ. a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് എന്താണ്? 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. ഇതാണ് ഫോർമുല. നമുക്ക് എല്ലാം അറിയാവുന്ന ഫോർമുല. ആദ്യത്തെ ക്യൂബ് പ്ലസ് 3 ഇടുക, a സ്ക്വയർ ബി പ്ലസ് വീണ്ടും 3 ഇടുക, ab സ്ക്വയർ പ്ലസ് ലാസ്റ്റത്തെ ക്യൂബ് b ക്യൂബ്. അപ്പൊ അതേപോലെ ഇവിടെ a എന്ന് പറഞ്ഞാൽ 1/3, b എന്ന് പറഞ്ഞാൽ 3i അല്ലെ. അപ്പം നോക്കി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/3 പ്ലസ് 3i ദ ഹോൾ ക്യൂബ്. a ക്യൂബ് എന്ന് ആദ്യമേ, a ക്യൂബ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യൂബ് 1/3യുടെ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി. 3 ഉണ്ട്,
എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ക്വയർ. അപ്പൊ 1/3 സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഏതാ 3i പ്ലസ് അടുത്ത 3ab സ്ക്വയർ 3 ഇൻറ്റു ab സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/3 ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3i സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ടേമിന്റെ ക്യൂബ്. ഇതിനെ സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി 1/3 ക്യൂബ് എത്രയാ 1 ക്യൂബ് 1 3 ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്രയാ 27 പ്ലസ് ഇവിടെയോ 3 ഇൻറ്റു 1/3 സ്ക്വയർ. ഇപ്പൊ 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 വട്ടം 1/3 എഴുതുക ഇൻറ്റു എന്താണ് 3i പ്ലസ് ഇവിടെയോ 3 ഇൻറ്റു 1/3 ഇൻറ്റു അല്ലെ ഈ 3യും 1/3 നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. 3i സ്ക്വയർ 3 സ്ക്വയർ എത്രയാ 9i സ്ക്വയർ i സ്ക്വയർ പ്ലസ് കണ്ടല്ലോ ഈ 3യും കൂടെ കട്ട് ചെയ്ത് കേട്ടോ. അതാണ് ഈ 3 സ്ക്വയർ 9 സ്ക്വയർ i സ്ക്വയർ പ്ലസ് 3i ഹോൾ ക്യൂബ് 3 ക്യൂബ് എടുക്കണം i ക്യൂബ് എടുക്കണം. 3 ക്യൂബ് എത്രയാ 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 i ക്യൂബ് എത്രയാ i ക്യൂബ്. ഇവിടെ നോക്കിയേ ഈ 3 കട്ട് ചെയ്യാം ഈ 3 കട്ട് ചെയ്യാം ഈ 3 കട്ട് ചെയ്യാം ഈ 3 കട്ട് ചെയ്യാം. ബാക്കി എന്നാ ഉണ്ട് ഇവിടെ ഒരു 1/27 ഉണ്ട് പ്ലസ് ഇവിടെ എന്നതാ 1 ഇൻറ്റു i പ്ലസ് ഇവിടെയോ 3 പോയി 9i സ്ക്വയറിന്റെ വാല്യൂ -1 അപ്പൊ 9 ഇൻറ്റു -1 എന്ന് വരും എത്രയാ -9 പ്ലസ് ഇവിടെയോ 27 i ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ -i 27 ഇൻറ്റു i ക്യൂബിന്റെ വാല്യൂ -i ആണ് 27 ഇൻറ്റു -i -27. റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതിക്കേ 1/27 ഉണ്ട് ഇവിടെ എന്നതാ പ്ലസും മൈനസും വരുമ്പോൾ എന്താ -9 അത് ഒരുമിച്ച് എഴുതി. ബാക്കി എന്നാ ഉണ്ട് ഇവിടെ ഒരു i ഉണ്ട് പിന്നെ എന്നതാ 27 ഇൻറ്റു -i 27 ഇൻറ്റു -i എന്താ -27. മനസ്സിലായല്ലോ. പിന്നെ സോൾവ് ചെയ്താൽ ആൻസർ ആയി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 1 ഇൻറ്റു 1 മൈനസ് 27 ഇൻറ്റു 9 ചെയ്യണം. 27 ഇൻറ്റു 9 എത്രയാ 63 6 2 18 10 24 എത്രയാ 243 1 മൈനസ് 243 ഡിവൈഡഡ് ബൈ അഗൈൻ 27 പിന്നെ പ്ലസ് i -27 ഒന്നിൽ നിന്ന് 27 കുറച്ചു അപ്പൊ എത്രയാ -26i അല്ലെ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ആയില്ലേ. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 243 ഒന്നിൽ നിന്ന് 243 കുറച്ചു അപ്പൊ എത്രയാ -242 ഡിവൈഡഡ് ബൈ 27 പിന്നെ എത്രയാ i -27i എത്രയാ -26i. കണ്ടോ a പ്ലസ് ib ഇവിടെ a എന്ന് പറഞ്ഞാൽ -242/27 പ്ലസ് ib ഐയുടെ സ്ഥാനത്ത് i ബിയുടെ സ്ഥാനത്ത് എത്രയാ -26. മനസ്സിലായല്ലോ. ജസ്റ്റ് a പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ ഫോർമുല ആണ് a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab സ്ക്വയർ പ്ലസ് 3a സ്ക്വയർ. അത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യും. ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ. അടുത്തതും 10ാമത്തെ ക്വസ്റ്റ്യൻ സെയിം മോഡലാ. ക്യൂബ് വരുന്നുണ്ട് a പ്ലസ് ബി ഹോൾ ക്യൂബ് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യണം. ഇവിടെ മൈനസ് വന്നുകൊണ്ട് ഓർത്ത് ഫോർമുല ഒന്നും മാർത്തൊന്നുമില്ല. സെയിം ഫോർമുല തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ a പ്ലസ് ബി ഹോൾ ക്യൂബ് a എന്ന് പറഞ്ഞാൽ -2 a എന്ന് പറഞ്ഞാൽ എത്രയാണ് -2 b എന്ന് പറഞ്ഞാൽ എത്രയാണ് -1/3i. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ആദ്യം a ക്യൂബ് എന്ന് പറഞ്ഞാൽ -2ന്റെ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി എന്ന ഫോർമുല. അപ്പം 3 ഇൻറ്റു a സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2ന്റെ സ്ക്വയർ അല്ലെ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് -1/3i. അടുത്തത് 3ab സ്ക്വയർ 3 ഇൻറ്റു ab a എന്ന് പറഞ്ഞാൽ -2 b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും -1/3i സ്ക്വയർ അല്ലെ പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ -1/3i ഉണ്ട് അതിന്റെ ക്യൂബ്. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. -2ന്റെ ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ആണ്. മൈനസിന്റെ ക്യൂബാ പവർ ഓഡ് നമ്പറാ 3 ആണ് അല്ലെ ഓഡ് നമ്പറാ. ഒറ്റയക്ക സംഖ്യ ആണെങ്കിൽ എന്ത് എഴുതണം നമ്മൾ മൈനസ് ഇടണം -8 പ്ലസ് ഇവിടെയോ ഈ 3യും കൂടെ അങ്ങ് കട്ട് ചെയ്യാലോ. -2ന്റെ സ്ക്വയർ എത്രയാ 4 ആണ്. പിന്നെ എന്താ ഉണ്ട് -1 ഇൻറ്റു i എന്താണ് മൈനസ് ഉണ്ട് ഒരു ഐയും കൂടെ ഉള്ളതുകൊണ്ട് -4i. മനസ്സിലായല്ലോ. 3 പോയി -2ന്റെ സ്ക്വയർ 4 -1 ഇൻറ്റു i -i ഒരു മൈനസ് ഇട്ടു ഒരു ഐ ഇട്ടു പ്ലസ് ബാക്കി എന്നാണ് ഇവിടെ ഇവിടെ 3 ഇൻറ്റു -2 ഇൻറ്റു എന്ത് വരും മൈനസിന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഐയുടെ സ്ക്വയർ എന്താവും i സ്ക്വയർ ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 അല്ലെ പ്ലസ് ഇവിടെയോ -1/3 ഐയുടെ ക്യൂബ് മൈനസിന്റെ ക്യൂബ് എന്താ -1 ഐയുടെ ക്യൂബ് എന്താ i ക്യൂബ് ഡിവൈഡഡ് ബൈ 3ന്റെ ക്യൂബ് 27 3യുടെ ക്യൂബ് എത്രയാ 3 ഇൻറ്റു 3 ഇൻറ്റു 3 27. ഇവിടെ നോക്കിയേ -8 ഉണ്ട് പ്ലസും മൈനസും വരുമ്പോ -4i. ഇവിടുത്തെ ഈ 3യും കൂടെ കട്ട് ചെയ്യാലോ. ബാക്കി എന്നാ ഉണ്ട് -2 ഇവിടെ ഒരു -2 ഉണ്ട് അല്ലെ -2 ഉണ്ട് 1 ഉണ്ട് ഐയുടെ സ്ക്വയർ i സ്ക്വയറിന്റെ വാല്യൂ എത്രയാ -1 ഡിവൈഡഡ് ബൈ 3 ആണ്. പിന്നെ എന്നതാ ഇവിടെയോ പ്ലസ്
-1 into i cube എന്ന് പറഞ്ഞാൽ -i divided by 27. ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ ആയി. നോക്കിയേ, അപ്പൊ ആദ്യമേ ഒരു -8 ഇതാദ്യം എഴുതി. പിന്നെ ഇവിടെ i ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഇത് എടുക്കാം. -2 into -1 എത്രയാ? +2 divided by 3. മൈനസ് മൈനസ് പ്ലസ് ആവും. 2 into 1 2 divided by 3. ബാക്കി എന്നാ ഉണ്ട്? -4i അല്ലെ? -4i. ഇവിടെയോ -1 into -i plus i divided by 27. ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഇതിനെ സോൾവ് ചെയ്തേ. -8 into 3 -24. 8 3 24. ഒരു മൈനസ് ഉള്ളത് -24 പ്ലസ് 2 into 1 2 divided by 3. ഇവിടെയോ -4 into 27 27 into 4 54 108 -108 i പ്ലസ് എത്രയാ? 1 into i divided by 27 അല്ലെ? 1 into 27 സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? -24 plus 2 24 2 കുറയ്ക്കുക. അപ്പൊ -24 plus 2 എന്ന് പറഞ്ഞാൽ എത്രയാ? -22/3. ഇവിടെയോ -108 plus i 108 ഐയും ഐയും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര വരും? -107 i divided by 3. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ? 3 അല്ല, എത്ര വരും? ലാസ്റ്റ് വരുന്ന 27. -107 i divided by 27 അല്ലേ? അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇതുവരെ 1 തൊട്ട് 10 വരെ ഉള്ളത് A+IB ഫോം ആയിരുന്നു. A+IB ഫോമിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി എന്താണ്? 11 തൊട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 11 തൊട്ട് 13 വരെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് Z ഇൻവേഴ്സ് എന്ന് പറയും. Z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z സ്ക്വയർ. കോൺജുഗേറ്റ് കാണുക, മോഡുലസ് കാണുക, മോഡുലസിന്റെ സ്ക്വയർ കാണുക, ഇട്ട് കൊടുക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 11ാമത്തെ Z is equal to 4 minus 3a ആണ്. പിന്നെ എന്ത് കാണുക? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ എന്തെഴുതും? Z ബാർ, അതായത് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 4 - 3 എന്താക്കുക? +3a ആക്കുക. ഇതാണ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി മോഡുലസ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ, b സ്ക്വയർ എത്രയാണ്? -3 യുടെ സ്ക്വയർ. അപ്പൊ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. 3 യുടെ സ്ക്വയർ എത്രയാ? 9. അപ്പൊ 16 + 9 എത്രയാണ്? √25. ഇതാണ് മോഡുലസ് ഓഫ് Z. പക്ഷെ നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് Zന്റെ സ്ക്വയർ. എത്ര വരും? √25 സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. എത്ര വരും? 25 എന്ന് കിട്ടും. 25. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യുക? Z ഇൻവേഴ്സ്. Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ Z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z സ്ക്വയർ. Z ബാർ എത്രയാണ്? Z ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ആയി. എത്ര വരും? 4 + 3a ഡിവൈഡഡ് ബൈ എത്രയാണ്? Z ബാറിന്റെ സ്ക്വയർ അല്ലെ? Zന്റെ സ്ക്വയർ, മോഡുലസ് ഓഫ് Zന്റെ സ്ക്വയർ 25. അപ്പോൾ ഡിവൈഡഡ് ബൈ 25. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എത്ര വരും? 4/25 പ്ലസ് ബാക്കി എന്താണ്? 3i ഡിവൈഡഡ് ബൈ 25. ഇതാണ് എന്ത്? Z ഇൻവേഴ്സ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 12ാമത്തെ എന്താണ്? Z is equal to √5 + 3a ആണ്. നമ്മൾ ആദ്യമേ Z ബാർ കാണും. normal ഇതിന്റെ കോൺജുഗേറ്റ് എത്ര വരും? √5 മാറ്റില്ല, +3a എന്താവും? -3a ആവും. പിന്നെ എന്താണ്? മോഡുലസ് ഓഫ് Z ഉണ്ട്. മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ √5ന്റെ സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ അല്ലെ? i എടുക്കരുത്, -3യുടെ സ്ക്വയർ. എത്ര വരും? √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. റൂട്ടും സ്ക്വയറും പോകും അല്ലെ? 5 -3യുടെ സ്ക്വയർ 9. അപ്പൊ 9 + 5 എത്രയാ? √14. ഇതാണ് മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത്. ഇതിനെ സ്ക്വയർ ചെയ്യണ്ടേ? മോഡുലസ് ഓഫ് Z സ്ക്വയർ എത്രയാ? റൂട്ട് പോകും. എത്രയാവും? 14. മനസ്സിലായാലോ? സ്ക്വയർ റൂട്ട് പോകും, √14 ആവും. ഇനി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ Z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z സ്ക്വയർ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് മാറ്റി എഴുതുക. ഓക്കെ, √5 - 3a എന്നായിരുന്നു. √5 എഴുതി, -3a എഴുതി അല്ലെ? അതായിരുന്നു എന്ത്? Z ബാർ. √5 - 3a ഡിവൈഡഡ് ബൈ Z സ്ക്വയർ, മോഡുലസ് ഓഫ് Z സ്ക്വയർ 40. അപ്പൊ ഇവിടെയും 40, ഇവിടെ എന്താണ്? 40. ഇതാണ് നമ്മുടെ എന്ത്? 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ -i. എത്രയാണ്? -i. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. Z is equal to -i. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുക? ആദ്യമേ A+IB ഫോം ആക്കുക. A+IB എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് ഇല്ല. അപ്പൊ എത്രയാ? 0 - i ആണ്. ഇനി Z ബാർ കാണാമല്ലോ. Z ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എത്രയാ? 0 - i യുടെ കോൺജുഗേറ്റ് 0 + i. മനസ്സിലായല്ലോ? ഈ മോഡുലസ് ഓഫ് Z. മോഡുലസ് ഓഫ് Z എത്രയാ? 0 സ്ക്വയർ പ്ലസ് i എന്ന് പറഞ്ഞാൽ 1. 1ന്റെ സ്ക്വയർ എത്ര വരും? 0 + 1 എന്ന് വരും. 0 + 1 എത്രയാ? 1. 1 എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ മോഡുലസ് ഓഫ് Z സ്ക്വയർ ചെയ്താലും എത്ര തന്നെയാ? 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്രയാ? 1. ഇനി എന്ത് ചെയ്യുക? Z ഇൻവേഴ്സ് ഇട്ട് കൊടുക്കുക. എന്താ ഫോർമുല? Z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z സ്ക്വയർ. Z ബാർ എത്രയാണ്? Z ബാർ എന്ന് പറഞ്ഞാൽ 0 + i. 0 + i ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z എത്രയാ? 1. അതിന്റെ സ്ക്വയർ എത്ര കിട്ടും? 0 + i എന്ന് തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ 1 ആയതുകൊണ്ടാണ്
എത്ര കിട്ടും 0 പ്ലസ് ഐ. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നമ്മുടെ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനെ എ പ്ലസ് ഐ ബി ഫോമിലോട്ട് എഴുതാം. കണ്ട വലിയൊരു ക്വസ്റ്റ്യൻ പോലെ തോന്നും അല്ലെ, പക്ഷെ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഓക്കെ, ആദ്യമേ ന്യൂമറേറ്റർ മാത്രം നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 3 പ്ലസ് റൂട്ട് 5i ഇൻറ്റു 3 മൈനസ് റൂട്ട് 5. ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു ഐയും കൂടെ കയറി വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഒന്നും ഓർത്ത് വെച്ചേര്, എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, പ്ലസും മൈനസും അല്ലെ, ഐ ബിയും മൈനസ് ഐ ബി. ഇപ്പൊ എന്ത് വരും, എ സ്ക്വയർ മൈനസ് അല്ല ഇവിടെ വരുന്നത്, എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്താ വരുന്നത്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതേപോലെ തന്നെയല്ലേ ഇവിടെ എനെ 3 ആക്ക്, ബിനെ ഏതാ റൂട്ട് 5 ആക്കി, എ പ്ലസ് ബി ഐ ഇൻറ്റു എ മൈനസ് ബി ഐ. എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാ, ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 5 അതിന്റെ സ്ക്വയർ. മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ. കണ്ടോ, ന്യൂമറേറ്റർ ചെറുതായി. ഇനി എന്താ ഡിനോമിനേറ്റർ നോക്കി, ഇവിടെ മൈനസ്, മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ്. ഇപ്പൊ എന്ത് വരും, റൂട്ട് 3 പ്ലസ് റൂട്ട് 2i, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് ഓഫ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 മൈനസ് ഓഫ് മൈനസ് റൂട്ട് 2i എന്താവും, പ്ലസ് റൂട്ട് 2i. റൂട്ട് 3യും മൈനസ് റൂട്ട് 3യും പോയി. പിന്നെ എന്താ, നോക്കിയേ ഇപ്പൊ എന്ത് വരും, ന്യൂമറേറ്ററിൽ 3 സ്ക്വയർ 9, റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയാ 5 അല്ലെ, റൂട്ടും സ്ക്വയറും പോവും, 5 എന്നാവും. ഇപ്പൊ 9 പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഇവിടെയോ റൂട്ട് 2i പ്ലസ് റൂട്ട് 2i, 2 റൂട്ട് 2i ഉണ്ട് അല്ലെ, അപ്പൊ 2 റൂട്ട് 2i. സോൾവ് ആയില്ലേ. ഇപ്പൊ എത്ര വരും ഇത്, 9 പ്ലസ് 5 14 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 2i. എന്ത് പെട്ടെന്നാ ചെറുതായത്, ഈ 14ഉം 2 കൂടെ കട്ട് ചെയ്യാലോ, അപ്പൊ 7 ആകത്തില്ലേ. ഇപ്പൊ എന്ത് വരും, 7 ബൈ റൂട്ട് 2i. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 7 ബൈ റൂട്ട് 2i ഡിനോമിനേറ്ററിൽ i എഴുതത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ കോഞ്ചുഗേറ്റ് ആണ് എടുത്ത് വേണേ മൾട്ടിപ്ലൈ. കോഞ്ചുഗേറ്റ് എടുത്തോ, ഐ വെച്ചോ മൾട്ടിപ്ലൈ. കോഞ്ചുഗേറ്റ് എടുത്തു, കാരണം റൂട്ട് 2 കൂടെ വരുന്നതുകൊണ്ടാണ് ഞാൻ കോഞ്ചുഗേറ്റ് എടുക്കുന്നത്. അപ്പൊ റൂട്ട് 2ഐയുടെ കോഞ്ചുഗേറ്റ് ഏതാ, മൈനസ് റൂട്ട് 2i കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ എന്ത് വരും, 7 ഇൻറ്റു മൈനസ് റൂട്ട് 2 മൈനസ് 7 റൂട്ട് 2i അല്ലെ, 7 ഇൻറ്റു മൈനസ് റൂട്ട് 2i മൈനസ് 7 റൂട്ട് 2i. ഇവിടെയോ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്രയാവും, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. പിന്നെ i ഇൻറ്റു i എന്താ, ഐ സ്ക്വയർ ആവും. പിന്നെ എന്തുണ്ട്, ഒരു മൈനസും കൂടെ ഉണ്ട്. മനസ്സിലായല്ലോ, ഒരു മൈനസ് ഉണ്ട്, ഇട്ടു ഐ ഇൻറ്റു ഐ സ്ക്വയർ, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2. ഇപ്പൊ എത്ര വരും, മൈനസ് 7. ഈ മൈനസും കൂടെ കട്ട് ചെയ്യാലോ. ഇപ്പൊ എത്ര വരും, പ്ലസ് 7 റൂട്ട് 2i ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയറിന്റെ വാല്യൂ -1. മൈനസ് നമുക്ക് മേളിലോട്ട് ഇടാലോ. എന്ത് കിട്ടും, ഫൈനൽ ആൻസർ -7 അല്ലെ, മൈനസ് ഉണ്ട്, -7 റൂട്ട് 2i ഡിവൈഡഡ് ബൈ 2. ഇതാണ് ആൻസർ, -7 റൂട്ട് 2i ഡിവൈഡഡ് ബൈ 2. മൈനസ് ഇട്ടു, ഒരു 7 ഉണ്ട്, മൈനസ് ഇട്ടു, റൂട്ട് 2 ഉണ്ട്, ഐ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. മനസ്സിലായല്ലോ, ഐ സ്ക്വയറിന്റെ വാല്യൂ ആണ് -1. പക്ഷെ നമ്മൾ ഇതിനെ എന്ത് ഫോമില, എ പ്ലസ് ഐ ബി ഫോമിലോട്ടാണ് ആക്കേണ്ടത്. എ ഉണ്ടോ, ഇല്ല, റിയൽ പാർട്ട് ഇല്ല. അപ്പൊ എന്താ 0, പിന്നെ പ്ലസ് ഉണ്ട്, മൈനസ് ഐ ബി എന്ന് പറയുമ്പോൾ -7 റൂട്ട് 2 ബൈ 2i. ഇതാണ് നമ്മുടെ എ പ്ലസ് ഐ ബി ഫോം. ഓക്കെ, നമ്മൾ എക്സസൈസ് 5.1 ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരൊറ്റ എക്സസൈസ് മാത്രമുള്ളായിരുന്നു, ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൽ നോക്കാം. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. റൈറ്റ് 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻ എ പ്ലസ് ഐ ബി ഫോം. ആക്ച്വലി ഇത് ക്വസ്റ്റ്യൻ പോളാർ ഫോമിലായിരുന്നു, പക്ഷെ അതിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലോട്ട് ആക്കേണ്ടതായിരുന്നു. നമുക്ക് അത് ആദ്യം ചെക്ക് ചെയ്യാം. 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ. എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിനോമിനേറ്ററിലാണ് 1 മൈനസ് ഐ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഡിനോമിനേറ്ററിൽ എന്ത് ഇടരുത്, ഐ എന്ന് ഇടരുത്. അപ്പൊ നമ്മൾ അതിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ. 1 മൈനസ് ഐയുടെ കോഞ്ചുഗേറ്റ് എത്രയാ, 1 പ്ലസ് ഐ എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ. നോക്കിയേ, ന്യൂമറേറ്ററിൽ എന്ത് വരും, 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും സെയിം ആ. അതിന്റെ അർത്ഥം എന്താ, 1 പ്ലസ് ഐയുടെ സ്ക്വയർ. ഇവിടെയോ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ, എ പ്ലസ് ഐ ബി ഇൻറ്റു എന്താ, എ മൈനസ് ഐ ബി അല്ലെ, എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഐ വരുന്നോണ്ടാണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐയുടെ കോഎഫിഷ്യന്റ് 1 സ്ക്വയർ. 1 പ്ലസ് ഐയുടെ സ്ക്വയർ, 1 പ്ലസ് ഐയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab. 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു ഐ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലോ ഐ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1 പ്ലസ് 1 2 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1,
2 into 1 into I, 2 into 1 2 into I 2I പ്ലസ് ബാക്കി എന്നാ ഉണ്ട് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും എത്രയാണ് -1 അല്ലെ, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ഡിവൈഡഡ് ബൈ 2. ഈ 1ഉം -1ഉം പോയി. ബാക്കി എന്നാ ഉണ്ട് 2i ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും. ബാക്കി എന്നാ ഉണ്ട് ഐ എന്ന് കിട്ടും. ഐ എന്ന് ഇതാണ് എന്ത് 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐനെ എ പ്ലസ് ഐ ബിയിലോട്ട് കൺവേർട്ട് ചെയ്തു. എത്ര കിട്ടി -i അല്ലെ, അല്ല സോറി -i അല്ല +i. അപ്പം നമ്മൾ എന്ത് എഴുതും 0 പ്ലസ് ഐ എന്ന് എഴുതും. ഇതാണ് എ പ്ലസ് ഐ ബി ഫോം. ഇതുപോലെ നമുക്ക് തിരിച്ചും ചോദിക്കാം. 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐക്ക് വരാൻ ക്വസ്റ്റ്യൻ വേണേ എന്തും ചോദിക്കാം 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. ഇങ്ങനെ ചെയ്താലും എന്ത് തന്നെയായിരിക്കും, നമ്മൾ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. എന്ത് കിട്ടും -i എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും -i. അപ്പം നമ്മൾ എന്ത് എഴുതും 0 മൈനസ് ഐ. അത് നിങ്ങൾ ചെയ്ത് നോക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് 4i. നിങ്ങൾക്ക് സ്ക്വയർ റൂട്ടിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ അതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് കുറെ വട്ടം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചു. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എത്രയാ, റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണുള്ള ഫോർമുല ആണ് റൂട്ട് ഓഫ്. അപ്പൊ ആദ്യമേ പ്ലസ് ഓർ മൈനസ് കൊടുക്കുക. റൂട്ട് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 2, വീണ്ടും പ്ലസ് ഓർ മൈനസ് മൈനസ് എ, പ്ലസ് എയുടെ സ്ഥാനത്താക്കുക -a പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ രണ്ട് ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് പ്ലസ് ഓർ മൈനസ് കൊടുക്കുന്നത്? കാരണം 5ന്റെ സ്ക്വയറും 25 ആ, -5ന്റെ സ്ക്വയറും 25. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വാല്യൂ വരുന്നതുകൊണ്ടാണ് പ്ലസും മൈനസും കൊടുത്തത്. ഓർക്കുക, റൂട്ട് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -a പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ എന്താ 3 പ്ലസ് 4i അല്ലെ. 3 പ്ലസ് 4i എന്നാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാ 3, ബിയുടെ വാല്യൂ എത്രയാണ് 4. ഇനി മോഡുലസ് ഓഫ് ഇസഡ് ഉണ്ട്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. 9 പ്ലസ് 16 എത്രയാ റൂട്ട് 25 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ് അല്ലെ. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25 5. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇപ്പൊ ഇവിടെ റൂട്ട് ഓഫ് എത്രയാ 3 പ്ലസ് 4i ആ. 3 പ്ലസ് 4i എന്ന് പറയുമ്പോൾ എന്ത് ഇടണം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് മോഡുലസ് ഇസഡ്. എയുടെ വാല്യൂ എത്രയാ 3. അപ്പൊ 3 പ്ലസ് മോഡുലസ് ഇസഡ്. മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടി 5 ഡിവൈഡഡ് ബൈ 2. പിന്നെ എന്നാ വീണ്ടും പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്താ -a. -a എന്ന് പറയുമ്പോൾ 3 a എന്ന് പറഞ്ഞാൽ 3 ആ. അപ്പൊ -3 പ്ലസ് മോഡുലസ് ഇസഡ് 5 ഡിവൈഡഡ് ബൈ 2. എത്ര വരും സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 പ്ലസ് 5 8, 8/2 വരും. ഇവിടെയോ പ്ലസ് ഓർ മൈനസ് -3 പ്ലസ് 5, 5 മൈനസ് 3 എത്രയാ 2/2 എന്ന് കിട്ടും. എത്ര കിട്ടും ഇതിന്റെ 8/2 4. അപ്പൊ പ്ലസ് ഓർ മൈനസ് 8/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ഇവിടെ കിട്ടും. ഇവിടെയോ ഇവിടെ അതുപോലെ തന്നെ റൂട്ട് 2/2. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2/2 എന്ന് പറഞ്ഞാൽ 1. ഇതിനൊരു ഇതും കൂടെ ഉണ്ട്. നമ്മളിവിടെ i എന്ന് പറയുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. i എത്ര കിട്ടും i ഇൻറ്റു റൂട്ട് 2/2 എത്രയാ റൂട്ട് 1. എത്ര കിട്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു റൂട്ട് 1. റൂട്ട് 1 1 ആണ്. അപ്പം എന്താണ് ഫൈനൽ ആൻസർ? ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 2 പ്ലസ് i. ഇതാണ് നമ്മുടെ എന്ത് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. അടുത്ത വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് -8 - 6i. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയർ റൂട്ടിന്റെ വേറൊരു പ്രോബ്ലം ആണ്. നോക്കിയേ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എയുടെ വാല്യൂ എഴുതും. എ എന്ന് പറഞ്ഞാൽ -8 ആണ്, ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് -6 ആണ്. മോഡുലസ് ഓഫ് ഇസഡ് കൂടെ കാണാം. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. -8 സ്ക്വയർ പ്ലസ് -6ന്റെ സ്ക്വയർ എത്ര വരും? 8ന്റെ സ്ക്വയർ 64 അല്ലെ. 6ന്റെ സ്ക്വയർ എത്രയാ 36. രണ്ടും കൂടെ കൂട്ടുമ്പോൾ റൂട്ട് 100 കിട്ടും. റൂട്ട് 100 എത്രയാണ് 10 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് ഇസഡും കിട്ടി. ഇനി നോക്കിയേ, നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ ഇക്വേഷൻ അറിയാലോ. എന്താണ് ഇക്വേഷൻ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താണ് എ പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ എത്ര വരും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ -8 പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് 10 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു എ മൈനസ് ഇസഡ്. എന്ന് പറഞ്ഞാൽ -8 മൈനസ് മോഡുലസ് ഓഫ് ഇസഡ് എത്രയാണ്? ഇവിടെ എ മൈനസ് ഇസഡ് അല്ല, -a പ്ലസ് ഇസഡ്. -a പ്ലസ് ഇസഡ് -8 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ പ്ലസ് ഓർ മൈനസ് -8 പ്ലസ് 10. 10 - 8
എത്രയാ 2/2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു 10 മൈനസ് 8. അഗെയിൻ ഇവിടെ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് 8 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ പ്ലസ് 8 ആണ് വരുന്നത് അല്ലെ? മൈനസ് ഓഫ് മൈനസ് 8, മൈനസ് എന്നാണ് എയുടെ വാല്യൂ -8. അപ്പൊ മൈനസ് ഓഫ് -8 പ്ലസ് 8 ആണ്. 10 പ്ലസ് 8 18/2 എന്ന് കിട്ടും. അപ്പൊ എത്ര വരും? √2/2, 2/2 1 ആണ്. അപ്പൊ 1i പ്ലസ് ഓർ മൈനസ് 18/2 9, √9 3i. എത്ര കിട്ടും? 1i പ്ലസ് 3i. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? ഒന്നില്ലെങ്കിൽ 1 പ്ലസ് 3i എന്ന് കിട്ടും അല്ലെ? ഇല്ല 1 പ്ലസ് 3 എന്ന് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? 1 മൈനസ് 3i. മനസ്സിലായല്ലോ? ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 3 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏത്? സ്ക്വയർ റൂട്ടിന്റെ ക്വസ്റ്റ്യൻ. ഒരെണ്ണോടെ ചെയ്യും. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പർ ഇതുകൊണ്ട് നമ്മൾ തീരും അല്ലെ? നമ്മൾ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു, A+ib ഫോം ചെയ്തു, സ്ക്വയർ റൂട്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, സ്ക്വയർ റൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ A എഴുതി -7, B എഴുതി എത്രയാണ്? -24 അല്ലെ? ഇനി എന്ത് കാണണം? മോഡുലസ് ഓഫ് Z, √(a² + b². അപ്പൊ -7ന്റെ സ്ക്വയർ പ്ലസ് -24ന്റെ സ്ക്വയർ. -7ന്റെ സ്ക്വയർ എത്രയാണ്? 7ന്റെ സ്ക്വയർ 49 അല്ലെ? 24ന്റെ സ്ക്വയർ എത്രയാണ്? 576. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 576ഉം 49 ആഡ് ചെയ്താൽ √625 എന്ന് കിട്ടും, which is equal to 25. മോഡുലസ് ഓഫ് Z കിട്ടിയല്ലോ, √25. ഇനി ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ടിന്റെ ഫോർമുല എന്തായിരുന്നു? പ്ലസ് ഓർ മൈനസ് √(a പ്ലസ് മോഡുലസ് ഓഫ് Z/2). പിന്നെ എന്തായിരുന്നു? പ്ലസ് ഓർ മൈനസ് √(-a പ്ലസ് മോഡുലസ് ഓഫ് Z/2) അല്ലെ? ശ്രദ്ധിച്ചിരിക്കണേ. എന്ത് വരും? പ്ലസ് ഓർ മൈനസ് a പ്ലസ് a എന്ന് പറഞ്ഞാൽ എത്രയാണ്? -7 പ്ലസ് മോഡുലസ് ഓഫ് Z 25 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് i ഉണ്ട്, i ഇൻറ്റു മൈനസ് a. മൈനസ് a എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് a എത്രയാണ്? -7 പ്ലസ് ഓർ മൈനസ് 25 അല്ലെ? മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 2. എത്ര വരും? പ്ലസ് ഓർ മൈനസ് 25 മൈനസ് 7 18/2 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു ഇവിടെയോ മൈനസ് ഓഫ് -7 +7 പ്ലസ് 25/2 ഡിവൈഡഡ് ബൈ 2. എത്ര വരും? √18/2 9 അല്ലെ? √9 കിട്ടും. √9 എത്രയാണ്? 3. അപ്പൊ പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു 25 + 7 32, 32/2 16. ഇവിടെ 16 എന്ന് വരും. √16 എത്രയാണ്? 4. എത്രയാണ്? 3 പ്ലസ് ഓർ മൈനസ് 4. അപ്പൊ ഏതാണ് സ്ക്വയർ റൂട്ട്? ഇതിന്റെ സ്ക്വയർ റൂട്ട് ചോദിച്ചാൽ എത്രയാണ്? 3 പ്ലസ് ഓർ മൈനസ് 4i എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ ചോദിക്കാവുന്ന ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത് അതെല്ലാം എന്ത് ചെയ്യണം? ഓരോന്നും ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഡൗട്ട്സ് വരുവാണെങ്കിൽ എന്നോട് ചോദിക്കുക. പിന്നെ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ ചോദിച്ചിരിക്കണം, നിർബന്ധമായിട്ടും ചോദിക്കണം. നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇനിയും ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കും. പക്ഷെ ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? ഈ ഒരു വീഡിയോ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 തൊട്ട് 8 മാർക്ക് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ റൂട്ട് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് 4 to 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഒരെണ്ണം പോലും വിടാതെ ഫുൾ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? A+ഓടെ ജയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അത് തന്നെ എന്ത് ചെയ്യണം? മേടിച്ചെടുക്കണം. ഓക്കെ, സോ ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനിയും കുറെ പേരുണ്ട് അല്ലെ, അവർക്കെല്ലാം പഠിക്കണ്ട അല്ലെ? നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്ത് ചെയ്യുക? നന്നായിട്ട് ഇന്ന് പഠിക്കുക. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്യുക. ഡൗട്ട്സ് വരുവാണെങ്കിൽ ചോദിക്കുക. നമ്മളപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. എല്ലാവരും പഠിക്കുക. എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.